ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരള പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലകശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അതിനിടെ കേരള എന്ന പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 അവതരിപ്പിക്കും. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിജയം നേടുന്നത് മാത്രമല്ല, ആവേശത്തോടെ കളിക്കുന്നതും അഭിമാനമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഖേലോ ഇന്ത്യയുടെ അന്തസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം അത്ലറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചു. കായിക സംസ്കാരം വളർത്തിയെടുത്താൽ മാത്രമേ മത്സരവേദികളിൽ ഇന്ത്യയ്ക്ക് ശോഭിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. स्पोर्ट्स व्यवस्था एक बात है, लेकिन देश मेडल तब प्राप्त करता है जब देश में स्पोर्ट्स कल्चर बनता है. दोस्तों, आपने बहुत बड़ा काम किया है, देश का नाम रोशन किया है. आपको मैं बहुत बधाई देता हूं और आप विश्वास कीजिए, आगे भी आप विजयी होंगे और फिर से एक बार यहीं पर हम मिलेंगे. ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണം ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർ ഘർ തിരങ്ക യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരങ്ക യാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേളയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്ത വ്യാപാര മൂല്യത്തിൽ കഴിഞ്ഞ ദശകത്തിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വാശ്രയത്വത്തിന്റെ ഒരു പ്രധാന ചാലകശക്തിയായി ജയം ഉയർന്നുവരികയാണെന്നും ഇത് വികസിത് ഭാരതിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുവെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക സിംഹദിനം. ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയം വന്യജീവികളോടും ജൈവ വൈവിധ്യത്തോടുമുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ 4 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം 2026 ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കും. ഇരു നാവികസേനകളുടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ഉഭയകക്ഷി പരിശീലന അഭ്യാസം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാ സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തും. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, വിദർഭ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീർ, ഝാർഖണ്ഡ്, കർണാടക, ഒഡീഷ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷയിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാകുമെന്ന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഹിരാക്കുഡ് അണക്കെട്ടിന്റെ 12 ഗേറ്റുകൾ തുറന്നു. ഉത്തരാഖണ്ഡിലും മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ കാരണം മലയോര പ്രദേശങ്ങളിലെ നിരവധി റോഡുകൾ അടച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ പൊതുരൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശ നയ സമിതി ചർച്ചയ്ക്ക് ശേഷം എതിരില്ലാതെയാണ് രൂപരേഖ പാസാക്കിയത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാത തുറക്കുന്നത് സംബന്ധിച്ച് ആഴ്ചകളായി ഇറാനും ഒമാനും സംഭാഷണം നടത്തിവരികയാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവു ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തി. കർക്കടക വാവു ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15-നും 11:30-നും സർവീസ് ഉണ്ടായിരിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക 152 പോയിന്റ് ഉയർന്ന് 78,651-ലും നിഫ്റ്റി 44 പോയിന്റ് വർദ്ധിച്ച് 24,614-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 1,11,440 രൂപയും ഗ്രാമിന് 13,930 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവെച്ചു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 ഗിഗാവാട്ട് പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 ഗിഗാവാട്ട് ശേഷിയുടെ 60%-ലധികമാണിത്. രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവെച്ചു. കേരളം പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.